examwinner family. അപ്പോൾ മക്കളെ നമ്മുടെ പബ്ലിക് എക്സാം എന്തായിട്ടുണ്ട് നമ്മളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലേ നമ്മൾ ഇത്രയൊരു വർഷം കാത്തിരുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടാണ് അതേ നമ്മുടെ തൊട്ട് മുൻപിൽ എത്തിക്കഴിഞ്ഞു ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നിങ്ങളുടെ പബ്ലിക് എക്സാമിലേക്ക് അല്ലേ അപ്പോൾ നിങ്ങൾ പലരും ഇപ്പോൾ പല സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കും പലരും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നവരുണ്ടാവും അല്ലാതെ ഇപ്പോൾ എന്താ ഓക്കെ കൂളായിട്ട് റിവിഷനൊക്കെ ചെയ്ത് വലിയ പേടിയൊന്നും ഇല്ലാതെ പോകുന്നവരുണ്ടാവും പല ടൈപ്പിലായിരിക്കും പല കാറ്റഗറിയിലായിരിക്കും നിങ്ങളിപ്പോൾ പലരും ഉണ്ടായിരിക്കും അല്ലേ അപ്പം നിങ്ങളിതിൽ ഏതിലാണ് നിങ്ങൾ കൂളാണോ അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആണോ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആണോ എങ്ങനെയാണ് ഇപ്പം നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻസിൽ പറഞ്ഞൊന്ന് മിസ്സ് നോക്കട്ടെ അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇന്ന് മിസ്സ് എൻ്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ വന്ന നമ്മുടെ എക്സാമിനെ കുറിച്ച് തന്നെയാണ് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ആ എക്സാമിന് നമ്മൾ ഇനി എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യണം നമുക്കിനി വളരെ എണ്ണപ്പെട്ട കുറച്ച് ദിവസങ്ങളാണ് മുന്നിലുള്ള ആ ദിവസങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്ത് പഠിക്കുക പ്ലാനിങ് എന്നതിനെ കുറിച്ച് തന്നെയാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ മക്കൾ പലരും എന്ത് ചെയ്തിട്ടുണ്ടാവും എന്താണ് മിസ് ഈ ബോർഡിൽ എഴുതിയതെന്ന് നിങ്ങൾ പലരും എന്താ വായിച്ചിട്ടുണ്ടാവും അല്ലേ വായിച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടാവും അതിൻ്റെ മീനിങ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും അല്ലേ ഓക്കെ അപ്പോൾ എന്തിനാണ് ഈ കോട്ടൊക്കെ എഴുതിയ മിസ്സേ പ്ലാനിങ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഈ കോട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ ആവശ്യക്കാർ ഇപ്പം നിങ്ങളാണ് അതുകൊണ്ടാണ് മിസ് എന്ത് ചെയ്തിട്ട് ഈ ഒരു കോട്ട് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എഴുതി തന്നിട്ടുള്ളത് ഇതിൻ്റെ മീനിങ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നഷ്ടം ഉണ്ടാവില്ല ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ മീനിങ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും മനസ്സിൽ വെച്ചിട്ടുണ്ടാവും കണ്ടുപിടിക്കാൻ പറ്റാതെ എന്താണെന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടോ അപ്പോൾ മിസ് എന്താ ആദ്യം ഈ ഒരു കോട്ടിൻ്റെ മീനിങ് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അല്ലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തരാം അതായത് ഫിലോസഫി ബേസിലൊന്നും അല്ല പോകുന്നത് ജസ്റ്റ് ഒരു കുഞ്ഞി കഥയിലൂടെ പറഞ്ഞുതരാം പക്ഷെ കഥ പറയുകയാണോ ഈ ഒരു സമയത്ത് നിന്ന് വന്നിട്ട് നിങ്ങൾ ചിന്തിക്കും ഇപ്പോൾ എക്സാമിൻ്റെ സമയത്ത് കഥയാണോ പറയുന്നതെന്ന് ചിന്തിക്കും പക്ഷേ ഈ കഥ എന്താണ് വെറും കഥയല്ല നിങ്ങളെ പലരെയും ഒന്നെന്താ നിങ്ങൾക്കിനി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ചിന്തിപ്പിക്കാൻ ചാൻസ് ഉള്ള ഒരു കഥയാണ് ഓക്കെ നിങ്ങൾക്ക് ഈ കഥ കേട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ നഷ്ടമില്ല ലാഭം മാത്രമേ ഉള്ളൂ ഇപ്പോൾ മിസ് കഥയിലേക്ക് പോവാം അതായത് രണ്ട് ഫ്രണ്ട്സ് എയും ബിയും എന്ന് പറയുന്ന രണ്ട് ഫ്രണ്ട്സ് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തോണിയിൽ കായലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതിൽ എ എങ്ങനെയാണ് വെൽ സെറ്റിൽ ആയിട്ടുള്ള ഒരാളാണ് അയാളുടെ കുറേ സമ്പാദ്യമുണ്ട് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട് കുറച്ച് ആൾ അത്യാവശ്യം വലിയ റിച്ച് ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നമ്മുടെ ബി അങ്ങനെയൊന്നുമല്ല ബി എങ്ങനെയാണ് ഒരു പാവമാണ് അത്ര വലിയ ഫൈനാൻഷ്യലി സെറ്റിലല്ല പിന്നെ അതുപോലെ അത്ര എഡ്യൂക്കേറ്റഡും അല്ല പക്ഷേ ഇവർ തോണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എ ആണെങ്കിൽ കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എടാ എൻ്റെ കയ്യിൽ അതുണ്ട് എൻ്റെ കയ്യിൽ ഇതുണ്ട് എനിക്ക് ഇത്ര സാലറി ഉണ്ട് ഞാൻ ഇത്ര ലാംഗ്വേജ് സംസാരിക്കുന്നൊക്കെ പറഞ്ഞിങ്ങനെ തള്ളി മറച്ചുകൊണ്ടിരിക്കുക ബി ആണിത് കേട്ട് ബിക്ക് ആണെങ്കിൽ എന്നുള്ള രീതിയിൽ കേട്ടിരിക്കുക അപ്പോൾ അവർ അല്ലെങ്കിൽ കായലിൽ നടുവ് കൂടെ പോകുന്ന സമയത്ത് ഏകദേശം നടുക്കെത്തിയപ്പോൾ നമ്മുടെ ബി എന്ത് ചെയ്തു വെറുതെ എന്നോട് ചോദിച്ചു എടാ നിൻ്റെ കയ്യിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നീന്താൻ അറിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്ത് അല്ല എനിക്ക് നീന്താൻ അറിയില്ല അപ്പോൾ ബി പറഞ്ഞു എന്നാ എനിക്കറിയാം പക്ഷേ എക്ക് മനസ്സിലായില്ല എന്തിനാണ് ഇപ്പം ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ഞാൻ എന്നെക്കുറിച്ച് ഇങ്ങനെ പൊക്കി അടിക്കുന്ന സമയത്ത് എന്തിനാ അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് എ ചിന്തിച്ചിട്ടുണ്ട് ഇതേപോലെ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവില്ല എന്തിനാ ഇപ്പം എങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് പക്ഷെ പലർക്കും അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും കാരണം നിങ്ങളൊക്കെ മിടുക്കികളായതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ അവർ കായലിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് കയ്യിൽ എന്തുണ്ട് കയ്യിൽ കുറേ ബാങ്ക് ബാലൻസ് ഉണ്ട് വലിയ വീടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീന്താൻ അറിഞ്ഞിരിക്കണം ഇൻ കേസ് നീന്താൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വെള്ളത്തിലാണ് പോകുന്നത് തോണി മറയാൻ ചാൻസ് ഉണ്ട് ഇൻ കേസ് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ലൈഫ് ജാക്കറ്റോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് പ്ലാൻ ചെയ്യേണ്ടതുണ്ട് അല്ലേ അറിയാത്ത ഒരാൾ അപ്പോൾ ഈ കഥ ഇത്രേ പറയുന്നുള്ളൂ അല്ലെങ്കിൽ ഈ കോട്ട് ഇത്രേ പറയുന്നുള്ളൂ നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ള കാര്യമാണ് പ്ലാൻ ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് എല്ലാവരും പ്ലാൻ ചെയ്യണോ എല്ലാവരും ഒരേപോലെയാണോ പ്ലാൻ ചെയ്യേണ്ടത് അല്ല എല്ലാവരും ഒരേപോലെയല്ല പ്ലാൻ ചെയ്യേണ്ടതും ചിലപ്പോൾ എല്ലാവരും പ്ലാൻ ചെയ്യേണ്ടി വന്നൊന്നും വരില്ല കാരണം എന്താ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടി വരും അല്ലേ ഇപ്പം നേരത്തെ പോലെ നീന്തൽ അറിയാത്ത ആൾ നീന്തൽ അറിയില്ലെങ്കിൽ പ്ലാൻ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കടലിലൂടെ പോകുന്ന അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പോകുന്ന സമയത്ത് നീന്തൽ അറിയുന്ന ആളാണെങ്കിൽ എന്താ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെയാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ പലരും ഇതിൻ്റെ മിസ്സിൻ്റെ തുടക്കം അല്ലെങ്കിൽ ഇതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ടാവും മിസ് ഒരു ഗംഭീര സ്റ്റഡി പ്ലാനും കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി അത് നോക്കി അങ്ങ് പഠിച്ചാൽ മതി സെറ്റാക്കിയാൽ മതി എന്നൊക്കെ വിചാരിച്ചായിരിക്കും നിങ്ങൾ പലരും ഇരിക്കുന്നുണ്ടാവും അല്ലേ ഞാനൊരു സ്റ്റഡി പ്ലാൻ തന്ന് നിങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്
ഒരു ക്ലീഷേ പരിപാടിയാണ് അല്ലേ? പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കാര്യത്തിൽ നിങ്ങൾ വീക്കാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിൽ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് ആർക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം? അത് മിസ്സിനാണോ നിങ്ങൾക്കാണോ അറിയാം? സംശയമൊന്നും വേണ്ട, നിങ്ങൾക്ക് തന്നെ അറിയുള്ളൂ അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ബിസിനസ് സ്റ്റഡീസിൽ ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഭയങ്കര ടഫ്? അല്ലെങ്കിൽ ചിലവർക്ക് പൊതുവേ ടഫായിട്ട് പറയുന്ന ചാപ്റ്റേഴ്സ് ചില ആൾക്കാർക്ക് സിമ്പിളായിരിക്കും, ചില സബ്ജക്ട്സ് ചില ആൾക്കാർക്ക് ഈസി ആയിരിക്കും അല്ലേ? അപ്പം നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയണത് ആരാണ്? നിങ്ങളാണല്ലേ? അപ്പോൾ ഒരു സ്റ്റഡി പ്ലാന് നിങ്ങൾക്കനുസരിച്ച് ഈ ഒരു സമയത്ത് സെറ്റ് ചെയ്യുന്നത് ഞാൻ സെറ്റ് ചെയ്ത് തരുന്നതാണോ, നിങ്ങൾ സെൽഫായിട്ട് സെറ്റ് ചെയ്യുന്നതാണോ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്കാവാൻ വേണ്ടി പറ്റുക? അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ, മിസ്സ് ഞങ്ങളിപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിപ്പോൾ മിസ്സ് പറഞ്ഞിട്ട് വേണം, ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പക്ഷേ മക്കളെ, മിസ്സിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു നല്ല സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റും? എനിക്ക് പറ്റുന്നതായിരിക്കും. ഒരു സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ അല്ലേ? അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ എക്സാം ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇനി മാസങ്ങളോ ആഴ്ചകളോ അങ്ങനെയൊന്നും ഒരുപാട് ആഴ്ചകളൊന്നും നമുക്ക് കണക്കൂട്ടിയിരിക്കാനില്ല. ഇച്ചിരി ദിവസങ്ങളേ ഉള്ളൂ, ഇങ്ങനെ വിരലിൽ എണ്ണിയാൽ തീരും. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാന് പ്രോപ്പറായിട്ട് ഉണ്ടാക്കണം അല്ലേ? അപ്പോൾ അത് നമുക്ക് നമ്മുടെ ടൈം ടേബിൾ ഒന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾ എന്ന് വരുന്നത്? ഓക്കെ, ഇപ്പം നിങ്ങളുടെ ടൈം ടേബിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നോക്കിയേ. 6-ാം തീയതിയാണ് നിങ്ങളുടെ എക്സാം തുടങ്ങുന്നത്. ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്? ആദ്യം വരുന്നത് അല്ലേ? അപ്പോൾ ആ ലാംഗ്വേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ദിവസങ്ങൾ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് വരുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ പലരും വിചാരിക്കും, അയ്യോ മിസ് ഇത്രയും വലിയ സബ്ജക്റ്റ് സമയമില്ല എന്നുള്ളൊരു എക്സ്ക്യൂസാണ് നിങ്ങളിൽ പലരും പറയാൻ പോകുന്നുണ്ടാവുക, ഇനി സമയമില്ലല്ലോ എന്നുള്ളത്. പക്ഷേ മിസ് ഒരു കാര്യം പറയട്ടെ, സമയമില്ല എന്നുള്ളത് ഒരിക്കലും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു എക്സ്ക്യൂസ് അല്ല. എവിടെയും നിങ്ങൾ ലൈഫിൽ ഒരിക്കലും സമയമില്ല, എനിക്ക് ടൈമില്ല എന്നുള്ള എക്സ്ക്യൂസ് നിങ്ങൾ ലൈഫിൽ ഒരിക്കലും പറയരുത്. കാരണം 24 മണിക്കൂറുണ്ട് നമുക്ക്. ആ 24 മണിക്കൂറിന് നിങ്ങൾ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത സമയമൊക്കെ താനേ വന്നോളും. അങ്ങനെ അറേഞ്ച് ചെയ്യാതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, 24 മണിക്കൂറിൽ ഒരു 7 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറക്കം അല്ലെങ്കിൽ ഉറങ്ങണം അല്ലേ? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഉറങ്ങുക എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളാണ്, നിങ്ങൾ പ്രോപ്പറായിട്ട് 7 മണിക്കൂർ മസ്റ്റായിട്ട് ഉറങ്ങുക തന്നെ വേണം. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുകയും വേണം, ഫുഡും കഴിക്കണം. പലരും പഠിത്തത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാതെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെയൊക്കെ ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവും. അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം നിങ്ങൾ പഠിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് വർക്കാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല പോഷണങ്ങൾ അല്ലെങ്കിൽ പോഷക ആഹാരങ്ങൾ കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യൂ? നന്നായിട്ട് എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഫുഡും ഉറക്കവും കമ്പൽസറി ആയിട്ട് നിങ്ങൾ ആ ഒരു കുറച്ച് സമയം പോയാൽ തന്നെ ബാക്കി ഇഷ്ടം പോലെ സമയങ്ങളുണ്ട്. ആ സമയങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾ കുറച്ച് കൂടുതൽ കഷ്ടപ്പെടേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ ഇരുന്ന് പഠിക്കേണ്ടത് എന്നുള്ളത് നോക്കുക. പ്രോബ്ലം പേപ്പേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക? പ്രോബ്ലം സോൾവ് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെയുള്ള കുറച്ച് ട്രിക്കുകളാണ്. എന്തൊക്കെയാണ് ട്രിക്കുകൾ എന്നുള്ള മിസ്സ് പറഞ്ഞത്. ആദ്യം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? നിങ്ങൾക്ക് ലാംഗ്വേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ദിവസം അല്ലേ, കുറേ ദിവസം ബിസിനസ് സ്റ്റഡീസിലേക്ക് നിങ്ങൾക്ക് ലീവ് വരുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബിസിനസ് സ്റ്റഡീസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സമയമൊന്നും ആവശ്യമില്ല. ശരിക്കും ആവശ്യമില്ല, കയ്യിൽ നിന്നിട്ട് എഴുതാവുന്ന സബ്ജക്റ്റാണ്. പക്ഷെ പകരം നോക്ക്, ബാക്കിയുള്ള കുറേ സബ്ജക്ട്സിന് അക്കൗണ്ടൻസിക്കൊക്കെ 3 ദിവസം 2 ദിവസമേ വരുന്നുള്ളൂ. അക്കൗണ്ട്സ് ഒക്കെ കുറച്ച് പ്രോബ്ലം ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിലേതെങ്കിലും ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് അക്കൗണ്ട്സും കൂടെ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ അത് നിങ്ങൾക്ക് ഓപ്ഷണൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം കമ്പ്യൂട്ടർ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഈസി ആയിരിക്കും, ചില കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും? ടഫായിരിക്കും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? അത് ഏത് രീതിയിലാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? CAക്ക് എത്ര ദിവസം, ഒരു ദിവസം മതിയോ അല്ലെ ഒന്നിൽ കൂടുതൽ വേണോ എന്ന് നിങ്ങൾ നോക്കുക. എന്നിട്ട് അത്രയും ദിവസം ആവശ്യമില്ലാത്ത ഒരുപാട് സ്റ്റഡി ലീവ് കിടപ്പുണ്ടോ ചില വിഷയങ്ങൾക്ക്. അപ്പോൾ അതൊന്നൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക? പഠിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. ഓക്കെ, ഇപ്പോൾ എനിക്ക് ബിസിനസ് പഠിക്കാനാണ് ഇത്രയും ദിവസം തന്നത്, അപ്പോൾ ഞാൻ ബിസിനസ്സേ പഠിക്കൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് നിങ്ങൾ എഫക്റ്റ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ബാക്കിയുള്ള നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിന് വേണം നിങ്ങൾ ഇത്രയും ദിവസങ്ങളിൽ ഏത് മാറ്റി വെക്കണം എന്നുള്ളത് നിങ്ങൾ കൊടുക്കേണ്ട കാര്യം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മിസ് വേറൊരു കാര്യം പറയട്ടെ. ഇപ്പം നമുക്കിനി എല്ലാ ചാപ്റ്റേഴ്സ് ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ? ഇല്ല. ഓരോ ചാപ്റ്റർ വൈസ് ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം നമ്മൾ ആരും റോബോട്ട്സ് അല്ല, നമ്മളൊക്കെ മനുഷ്യരാണ്. ഇനി എന്ത് ചെയ്യുക? അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷനൊക്കെ ആയിട്ട് എന്താ നമുക്ക് നമ്മുടെ ലൈവ് നമ്മൾ എക്സാമിനറിൽ ലൈവുകൾ പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ലൈവുകൾ നിങ്ങൾക്ക് എടുത്ത് കാണാം. ഇനിയിപ്പോൾ ഇങ്ങോട്ട്
7 മണിക്കാണ് നമ്മുടെ ലൈവ് എപ്പോഴും വരുന്നത്. ആ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലൈവുകൾ കണ്ട് പഠിക്കാവുന്നതുമാണ്. അതിലെന്താ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് സൈറ്റിൽ കയറിയാലൊക്കെ കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക, അല്ലാതെ തിയറി വായിച്ച് പഠിക്കരുത്. ചിലതിൻ്റെയൊക്കെ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതാണ് ബിസിനസ് സ്റ്റഡീസിൽ ചിലതിൻ്റെയൊക്കെ കൺസെപ്റ്റ് അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്കത് കയ്യിൽ നിന്നിട്ട് പോയിന്റ്സ് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ കോൺസെപ്റ്റ് ഒക്കെ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ പഠിക്കാനിരിക്കുമ്പോൾ എൻ്റെ മക്കൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഒരു ന്യൂസ് പ്രിൻ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കോ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിലൊന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്യുക. ന്യൂസ് പ്രിൻ്റ് ആണെങ്കിൽ 4ആയിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള എന്ത് ചെയ്യണം, ഒരു കുഞ്ഞു കുഞ്ഞു ഷോർട്ട് നോട്ട്സ് നിങ്ങൾ എഴുതി വെക്കണം. കമ്പൽസറി ആണ്. ഇതെന്തിനാണെന്നറിയോ, അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് തൊട്ട് മുൻപിൽ തൊട്ട് തലേന്ന് എക്സാം ഹോളിൽ കയറുന്നതിന് മുന്നൊക്കെ ഇതിങ്ങനെ വായിച്ചു പോകാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ ഇരിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഏത് ചാപ്റ്റർ ഏത് ടോപ്പിക്ക് എന്നുള്ളത് കൂടെ മെൻഷൻ ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. എന്തിനാണ് 4ആക്കി മടക്കണം അല്ലെങ്കിൽ 2ആക്കി മടക്കണം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അതൊരു കുഞ്ഞ് സൈക്കോളജി ട്രിക്കാണ്. നമുക്ക് കുഞ്ഞാക്കി മടക്കുമ്പോഴെന്താ, കുറച്ചേ കാണൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാടുണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് മൈൻഡ് തോന്നാതെ അത് കുറച്ചേ ഉള്ളൂ, കുഞ്ഞു പോയിന്റ്സ് അല്ലേ എന്ന രീതിയിൽ മൈൻഡിനെ നമുക്കൊന്ന് ട്രിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താ, നമുക്കൊരു മടുപ്പ് വരില്ല. മറ്റേത് ഒരുപാട് കാണുമ്പോൾ ഇതൊക്കെ എപ്പോൾ വായിച്ച് തീരാനാ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. മറ്റേ കുഞ്ഞു വായിച്ചാൽ വേഗം ഈസി ആയിട്ട് നമ്മളെന്താ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ നോക്കുക. പ്രോബ്ലംസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, മെയിനായിട്ട് നിങ്ങളെന്താ തിയറി വായിച്ച് പോവാതെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ റിവൈസ് ചെയ്ത് നമ്മുടെ ലൈവിൽ കയറി കഴിഞ്ഞാൽ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. നമ്മൾ ഫാക്കൽറ്റി ആരും നമ്മൾ ടീച്ചേഴ്സ് ആരും എന്തല്ല ചെയ്യണം, നമ്മുടെ കയ്യിൽ നിന്ന് ഇടുന്ന ക്വസ്റ്റ്യൻസ് അല്ല അധികം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്താ റിവൈസ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊക്കെ കഴിഞ്ഞ വർഷങ്ങൾ ചോദിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ എന്താ, ഇനിയുള്ള എക്സാമുകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും കൂടി ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താ ഏകദേശം ഒരു ഐഡിയ വന്നിട്ടില്ല എങ്ങനെ ഇരുന്ന് പഠിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഏത് ഏരിയ, പിന്നെ ആ സമയത്ത് പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു നോട്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ ചാപ്റ്ററിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ടഫായിട്ടുള്ളതെന്ന് നിങ്ങൾ എന്താ ഒരു റെഡ് ഇങ്ക് കൊണ്ട് എഴുതുക. എന്നിട്ട് ബാക്കിയുള്ള എന്താ ചെയ്യുക, ഒരു ഗ്രീൻ ഇങ്ക് കൊണ്ട് എഴുതുക. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ വെയിറ്റേജ് എടുക്കാൻ വേണ്ടി നോക്കുക. വെയിറ്റേജ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വെയിറ്റേജ് ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ വലിയൊരു സിലബസിനെ കുഞ്ഞു സിലബസ് ആക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ എന്താ കുഞ്ഞു ട്രിക്കുകളാണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ 1 ഇയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു +1 എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങ് പോയി, പക്ഷേ ഇനി +2 നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണം എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഗുണമുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെൽഫായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ മടിയുള്ള കുഞ്ഞുങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തുണ്ട്, നമ്മുടെ അതായത് എക്സാം വിന്നറിൻ്റെ എന്തുണ്ട്, ജ്വാല ബാച്ച് ഉണ്ട് അല്ലേ, +2ൻ്റെ ബാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയറിക്കഴിഞ്ഞാൽ +1ൻ്റെ ബാച്ച് അത് കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ, ഇനിയിപ്പോൾ +2ലേക്ക് നിങ്ങൾക്ക് കയറണം എന്നാണെങ്കിൽ +2 എങ്കിലും നന്നായിട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെൽഫായിട്ട് ഇപ്പം നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്താലും അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾ വിചാരിക്കണം കേട്ടോ, അതാണ് ഒരു പോയിന്റ്. നമ്മൾ എന്തൊക്കെ തന്നാലും നിങ്ങളും കൂടെ കട്ടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് +2 ഫുൾ A+, ഇപ്പോൾ +1 ഫുൾ A+ അങ്ങ് മേടിച്ചെടുക്കണം എന്നാണെങ്കിൽ നമ്മളെന്താ നമ്മുടെ സൃഷ്ടി ബാച്ചിൽ നോക്കിയത് ക്രാഷ് ബാച്ചിൽ അങ്ങ് അല്ലെ യുവേൻ്റെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ലൈവുകളിലെ PDF കാര്യങ്ങളൊക്കെ കിട്ടും. അതാകുമ്പോൾ എന്താ, ഓൾറെഡി നിങ്ങൾ കുഞ്ഞ് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണ്ട, അതിലെന്താ ആ ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് കിട്ടുന്നതായിരിക്കും PDF ആയിട്ട്, കുഞ്ഞ് PDFകൾ. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ജ്വാല ബാച്ച് അല്ലേ, അതായത് +2ൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താലുള്ള അഡ്വാൻറ്റേജസ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ത്രൂ ഔട്ട് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സസും ക്വസ്റ്റ്യൻ ബാങ്കുകളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വരും, ക്വസ്റ്റ്യൻസ് കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും ടഫായിട്ടുള്ള കാര്യം. അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് ആയിട്ട് തന്നെ നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. മോഡൽ എക്സാംസ് ഒക്കെ ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സപ്പോർട്ടോടുകൂടി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ ജ്വാല ബാച്ചിൽ ജോയിൻ ചെയ്യുക. അല്ലാതെ
കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കണ്ടുപോയാൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, മിസ് ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കോട്ട് ലൈഫിൽ എപ്പോഴും ആലോചിച്ച് വെക്കണം. എന്താ, നമ്മൾ പ്ലാൻ ചെയ്യാൻ, അതായത് ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു ആർ പ്ലാനിങ് ടു ഫെയിൽ എന്നാണ് അല്ലേ. നമുക്ക് പ്ലാനിങ് എന്താ, നമ്മൾ പല ടൈമിലും പല രീതിയിലായിരിക്കണം പ്ലാൻ ചെയ്യേണ്ടി വരിക. ഇപ്പം നിങ്ങൾക്ക് എക്സാം ആണ്, കുറച്ച് ദിവസമേ ഉള്ളൂ. നിങ്ങളുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് വേണം എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം നന്നായിട്ട് പഠിക്കുക. മിസ് പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് ഉറക്കവും കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ പോകണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുഡ് കഴിക്കുക, ഷോർട്ട് നോട്ട്സുകൾ ഉണ്ടാക്കുക. എന്നിട്ട് നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് ടെൻഷൻ ഇല്ലാതെ പോയി അങ്ങോട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ.